ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു മട്ടർ പനീർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചെയ്യുവാനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് കസ്കസും കൂടെ ഇതിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുക്കണം. പനീർ കഷ്ണങ്ങളും അതേപോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് നല്ല സോഫ്റ്റായി കിട്ടും. പനീർ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് ഗ്രീൻ പീസ് കൂടി വേവിച്ചെടുക്കണം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കേണ്ടതാണ്. ഇനി ഈ കറിയിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് 2 മീഡിയം സൈസ് സവാള ഉള്ളി ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത്, വലുതായിട്ട് എരിയില്ലാത്ത 2 പച്ചമുളക്, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. മട്ടർ പനീർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും കസ്കസും കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, സവാള ഉള്ളി, ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയാണ്. പാൻ ചൂടായ ഉടനെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തു. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടും. മിക്സിയുടെ ജാറിലുണ്ടായിരുന്നതെല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് കുറച്ച് നേരം വേവണം. അതിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വകകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ വേകണം. ഇപ്പോൾ നമ്മുടെ കറിയിൽ വാട്ടർ കണ്ടൻ്റൊക്കെ വറ്റി വരുന്നുണ്ട്. എണ്ണ കുറച്ചുകൂടെ തെളിയാനുണ്ട്. എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറുകപ്പെട്ട നമ്മുടെ വയനയില, ബേ ലീവ്സ്, ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്ക് കുറച്ച് ബേ ലീവ്സ്, കുറച്ച് കറുകപ്പട്ട, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് ചേർത്തതൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസിലെ മട്ടർ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോഫ്റ്റാക്കി ചൂടുവെള്ളത്തിലിട്ട് സോഫ്റ്റാക്കി വെച്ച പനീർ ക്യൂബ്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ മട്ടറും പനീറും എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു. ഉപ്പെല്ലാം നല്ല പാകത്തിനാക്കി കുറച്ച് സമയം കൂടെ നമുക്കിത് അടുപ്പിൽ ഒന്ന് വെക്കണം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് കുറച്ച് മല്ലിയില കൂടി കറിയുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മട്ടർ പനീർ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.